തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ തീയതി പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 4:15 വിഗ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, ഇന്ന് തീയതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും, പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം തീയതി സമയം നീട്ടി ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അത് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകവും. ബീഹാറിൽ സമഗ്ര തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയതിനു ശേഷം രാജ്യവ്യാപകമായി ഇത് നടപ്പാക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രഖ്യാപിക്കാനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടം നടപ്പാക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകും. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളം, തമിഴ്നാട് അടക്കമുള്ളവർ നേരത്തെ ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി ഈ SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത് പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് നവംബർ 1 ആരംഭിച്ച് ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചില പ്രതിസന്ധിയുണ്ട്. കാരണം നവംബർ ആദ്യവാരം തന്നെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി നടപ്പാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ ഇത്തരമൊരു ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചത്. ഇത് പരിഗണിക്കുമോ എന്നതായിരിക്കും ഏറ്റവും നിർണായകം. മറ്റൊന്ന്, 2002 കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. അതായത് 23 വർഷങ്ങൾക്ക് മുൻപ്. അത്തരത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിനാവശ്യമായ മുൻകരുതൽ നടപടികൾ, പ്രത്യേകിച്ച് അതിനാവശ്യമായ ഹോംവർക്കുകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടി കൂടുതൽ സമയം നീട്ടി ആവശ്യപ്പെട്ടതിൽ അത്തരം ഒരു കാര്യം കൂടിയുണ്ട്. എന്നാൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിക്കുമോ എന്നത് നിർണായകമാവും. സ്വാഭാവികമായും ഇത് പരിഗണിക്കാതെ ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വിവാദത്തിന് തന്നെ വഴിവെച്ചേക്കും. എങ്കിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടം നടപ്പാക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഭരണപക്ഷവും പ്രതിപക്ഷവും കൊണ്ടുവന്ന ഈ സംയുക്ത പ്രമേയമടക്കം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിന് ഒരു ഇളവ് നൽകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് AIDMKയുടെയും അതോടൊപ്പം തന്നെ BJPയുടെയും തമിഴ്നാട്ടിലെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പ്രതികരണം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 2002 SIR പട്ടികയിൽ പേരുള്ളവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എനുമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ മതി. പക്ഷേ അതിനുശേഷം ജനിച്ചവർ, അതായത് 2002 കേരളത്തിലെ വോട്ടർ പട്ടികയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 2.24 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2025 ജൂലൈ ആയപ്പോഴേക്കും ഇത് 2.78 കോടിയായി. അതായത് ഏതാണ്ട് 54 ലക്ഷം പേർക്ക് ഇതിൽ രേഖകളടക്കം സമഗ്രമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുമ്പോൾ പല രേഖകളും ഹാജരാക്കേണ്ടി വരും. ആ രേഖകളുടെ കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഏതൊക്കെ രേഖകൾ പരിഗണിക്കുമെന്ന തരത്തിൽ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ആധാർ അടക്കമുള്ളവ പരിഗണിച്ചില്ല. അതും വലിയ തോതിൽ വിവാദമായി. അപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിളിച്ച വാർത്താ സമ്മേളനം നിർണായകമാണ്. അതിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകുമെങ്കിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതൊരു രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കും. എന്തായാലും വലിയ തോതിലുള്ള സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബർ 1 ആരംഭിച്ച് ഫെബ്രുവരി ആദ്യവാരത്തോടെ പൂർത്തിയാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. VR കാർത്തിക്കാണ് സമഗ്രമായ വിവരങ്ങളുമായി ചേർന്നത്.